പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തി എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ് കുരിശിലെ തൂങ്ങിക്കിടക്കുന്ന ഈശോ. എനിക്കും നിനക്കും വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവനാണ് പിതാവായ സ്നേഹത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരം. അവിടുന്ന് നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നത് ഈ തിരുക്കുരിശിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് ക്രൂശിതനായ യേശുവിൽ നമുക്ക് കാണാൻ കഴിയുക. ഈയിടെ ഒരു അമ്മയുമായി സംസാരിച്ചപ്പോൾ ആ സ്ത്രീ പങ്കുവെക്കുകയായിരുന്നു, സിസ്റ്ററെ, എൻ്റെ ഭർത്താവ് 3 മാസം മുമ്പ് മരിച്ചു. 4 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. താഴെയുള്ള കുട്ടിക്ക് 2 വയസ്സാണ്. ഈ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. താഴത്തെ ഏറ്റവും 4ാമത്തെ കുഞ്ഞിന് 2 വയസ്സ്. അങ്ങനെ 8ഉം 6ഉം 4ഉം 2ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഭർത്താവ് മരിച്ചത്. ഇങ്ങനെ എനിക്ക് കുഞ്ഞുങ്ങളെ സമ്മാനിച്ച് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ദ്രോഹമാണ് ദൈവത്തോട് ചെയ്തത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരുക്കുരിശിൽ നോക്കുമ്പോൾ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ 5 പെൺകുഞ്ഞുങ്ങളെ ഭാര്യയുടെ കയ്യിൽ വെച്ച് ഭർത്താവിന് കൊണ്ടുപോയ ദൈവം ക്രൂരനാണെന്ന് നാം കരുതരുത്. ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും മനസ്സിലാക്കാൻ പറ്റാത്തത് ആയിരിക്കും ഒരു പരിധിവരെ അതിൻ്റെ ആ വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ മറുപുറത്തുള്ളത്. ഈ സ്ത്രീ സംസാരം തുടർന്നു. അവൾ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ അയൽപ്പക്കത്തെ ധനാഢ്യനായ ഒരു കുടുംബത്തിൽ ഇപ്പോൾ വീട്ടുവേല ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അവിടെ പോയി അവരെ സഹായിക്കും. അവർ തരുന്ന പൈസ കൊണ്ട് ഞങ്ങളുടെ കുടുംബം ഉപജീവന മാർഗവും മറ്റൊക്കെ നടത്തുന്നത് അങ്ങനെയാണ്. ഈ ഇടയായിട്ട് അവരെന്നോട് പറഞ്ഞു, മോളെ, നിൻ്റെ ഒരു കുഞ്ഞിനെ, ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വളർത്താൻ തരുമോ? അന്ന് അതിവേഗത്തിൽ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. 4 കുഞ്ഞുങ്ങൾ പായിൽ ഒന്നിനോടൊന്ന് അടുത്തടുത്ത് 4 പേര് കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 2 വയസ്സുകാരിയായ മകളെ നോക്കി. അവൾക്ക് പപ്പയുടെ തനി ചായയാണ്. ഇവളെങ്ങനെ ഞാൻ എൻ്റെ അയൽപ്പക്കത്തെ ആ ചേച്ചിക്ക് കൊടുക്കും? ധനാഢ്യരാണെങ്കിലും നല്ല സുഹൃത്തുക്കളെ പോലെയാണവർ. എങ്ങനെ എൻ്റെ ഈ പൊന്നോമന കുഞ്ഞിനെ ഞാൻ അവർക്ക് കൊടുക്കും? തൊട്ടടുത്ത് കിടക്കുന്ന 4 വയസ്സുകാരിയെ ഞാൻ നോക്കി. അവളാണെങ്കിലേ സ്മാർട്ടാണ്. എന്തു പറഞ്ഞാലും അവളെ കൊഞ്ചലും കുഴയിലൊക്കെയും ഒരു പ്രത്യേകതയുള്ളതാണ്. ഞാൻ എങ്ങനെ അവർക്ക് കൊടുക്കും അവളെ? 6 വയസ്സുകാരിയെ നോക്കി. അവൾക്ക് എൻ്റെ തനി ചായയാണ്. പിന്നെ അവളെ ഞാൻ എങ്ങനെ അവർക്ക് കൊടുക്കും? ഇനി 8 വയസ്സുകാരിയോ? പപ്പയ്ക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ മോളെ കണ്ട് പഠിക്കുന്നൊക്കെയാണ് പലരോടും പപ്പ പറയുക. അത്രമാത്രം പ്രാർത്ഥനയുടെ കാര്യത്തിലും സംസാരത്തിൻ്റെ കാര്യത്തിലും, ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അവൾ മുൻപന്തിയിലാണ്. ഞാൻ എങ്ങനെ അവളെ അവർക്ക് കൊടുക്കും? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, 4 മക്കളുള്ളവയിൽ നിന്ന് ഒരാളെ അയൽപ്പക്കത്തെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് കൊടുക്കാൻ ആവില്ല. ഏക മകനായ യേശുവിനെ, എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടി, നമ്മെ ഓരോരുത്തരും രക്ഷിക്കാൻ
ചുമ്മാതെ രക്ഷിക്കുകയല്ല, പാപപരിഹാര ബലിയായി അപരാധം ചെയ്യാത്ത അവനെ അപരാധിയാക്കുമാറ് ഇഞ്ചിഞ്ചായി മരിക്കാൻ അനുവദിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 15:13 പറയും, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ജീവൻ തന്ന് സ്നേഹിച്ചവനായ യേശു, അവനാണ് രക്ഷകനായി ഈ ഭൂമിയിൽ അവതീർണമായ നിത്യവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 1 യോഹന്നാൻ 3:1 നമ്മൾ കാണും വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നേ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. അവിടുന്ന് നമ്മളെ മക്കളെന്ന് വിളിച്ചു. നാം അങ്ങനെയാണ് താനും. ദൈവത്തിൻ്റെ മക്കളായി നമ്മെ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം, കരുതലുള്ള സ്നേഹം. ആ സ്നേഹത്തെ മാറ്റിവെക്കാനോ മറച്ചു വയ്ക്കാനോ ആവില്ല. അത്രമാത്രം അത് നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആ സ്നേഹത്തെ വ്യതിചലിച്ച് തൻ്റേതായ തന്നിഷ്ടത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും മേഖലയിൽ പോകുമ്പോഴല്ലേ ദൈവം നമ്മിൽ നിന്ന് അകന്നു നിൽക്കാനും, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവനെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന്, എൻ്റെ ശുശ്രൂഷ മേഖലയിൽ നിന്ന്, എൻ്റെ പഠന മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ജോലി മേഖലയിൽ നിന്ന് പടിയിറക്കി വിടാൻ നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, സംസാര രീതികൾ ഈശോയുടെ ഹിതത്തിന് അനുയോജ്യമല്ലാതെ ആയി പോകുമ്പോൾ, ഇല്ലെങ്കിൽ ചില ജീവിതത്തിൻ്റെ സുഖേച്ഛകൾക്ക് ഞാൻ അടിമയാകുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട സാധ്യതകൾ ലഭിക്കാതെ വരുമ്പോൾ, അപ്പോഴൊക്കെയാണ് ദൈവം എന്നെ ഉപേക്ഷിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ പടിയിറക്കി വിടുന്നത്. ഒരു കാര്യം നാം ഓർക്കണം, നാം എത്ര പാപം ചെയ്താലും, നാം എത്രമാത്രം കൊള്ളരുതാത്തവരാണെങ്കിൽ പോലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഏശയ്യാ പ്രവചനം 49:16 പറയാണ്, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്തിനാണ് ഉള്ളം കയ്യിൽ ദൈവം എൻ്റെയും നിൻ്റെയും പേരെഴുതി വെച്ചിരിക്കുന്നത്? പെട്ടെന്ന് കാണാൻ, പെട്ടെന്ന് നോക്കി എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മയിൽ വരുത്തുന്ന ഒരവസ്ഥ. കയ്യിൻ്റെ ഉള്ളനടിയിൽ എഴുതിയാൽ, അല്ലെങ്കിൽ പേരെഴുതി വെച്ചാൽ പെട്ടെന്ന് കാണാനാകും, പെട്ടെന്ന് നോക്കാനാകും. അങ്ങനെ എൻ്റെയും നിൻ്റെയും പേരുകൾ എഴുതി വെച്ച് എന്നെയും നിന്നെയും പരിരക്ഷിച്ച് പരിപാലിച്ച് നയിക്കുന്നവനാണ് ദൈവം. ആ ദൈവമാണ് നമ്മോടൊത്തുള്ളത്. ആ ദൈവത്തിൻ്റെ പരിപാലനയാണ് നമ്മെ പിന്തുടരുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. റോമാലേഖനം 5-7 മുതൽ വചനങ്ങളിലെ നാം ഇപ്രകാരമാണ് കാണുക, നാം പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി കൂടി മരിക്കുവാൻ വല്ലവരും തയ്യാറായെന്ന് വരും. എന്നാൽ നാം പാപികളായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവൻ പ്രകടമാക്കി. നമുക്കറിയാം, ചില പാർട്ടി ബേസിൽ, അല്ലെങ്കിൽ ചില സിനിമ സ്റ്റാറുകൾ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ, ഇവരൊക്കെ മരിക്കുമ്പോൾ ചിലപ്പോൾ അണികൾ അല്ലെങ്കിൽ അനുയായികൾ ചിലപ്പോൾ മരിച്ചെന്ന് വരും. ചില ആരാധനാപാത്രമായി കണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ട്. അല്ലാതെ നിൻ്റെ പാപാവസ്ഥയും നിൻ്റെ നിജസ്ഥിതിയും മനസ്സിലാക്കി നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്നെ ദൈവപുത്ര പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി, നിനക്ക് വേണ്ടി പകരക്കാരനായി മരിക്കാൻ ഒരുവനെ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. നീ എത്ര പാപം ചെയ്താലും ആ ഹൃദയത്തിൽ നിന്ന് നിന്നെ ഒഴിച്ചു നിർത്തുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. പാപം ചെയ്യുമ്പോഴും നിൻ്റെ ഹൃദയത്തിൽ അഴുക്ക് നിറഞ്ഞ മലീമസമായ അവസ്ഥയാണ് നിൻ്റെ ഹൃദയമെങ്കിലും നിൻ്റെ യേശു നിന്നെ വിട്ടുപിരിഞ്ഞ് പോകുന്നില്ല. അതാണ് അവന് നിന്നോടുള്ള സ്നേഹം. പെറ്റമ്മ മറന്നാലും
ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറയുന്നത് ചുമ്മാതെ പറയുന്നതല്ല. യോഹന്നാന്റെ സുവിശേഷം 14:18 പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരും. എന്തിനാ വരുന്നത് അടുത്തേക്ക്? ഒരമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ നിന്നെ സമീപിക്കുന്നവനാണ് യേശു. നീ മുഖം തിരിച്ചാലും പുറംതിരിഞ്ഞാലും അവന് നിന്നെ മറക്കാനാവില്ല. അതുകൊണ്ടാണ് യേശു പരിശുദ്ധ കുർബാന തന്നെ സ്ഥാപിച്ചത് നിന്നോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ നിദർശനമാണ്. മനുഷ്യ മക്കളോടൊത്തായിരിക്കുവാൻ എല്ലാം അവർക്ക് കൊടുത്തിട്ടും ഇനി എന്നും എപ്പോഴും എവിടെയും അവരോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയല്ലേ അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എന്നിട്ടെന്തേ നിന്റെ ജീവിതത്തിലെ പരിശുദ്ധ കുർബാനയ്ക്കോ കൂദാശകൾക്കോ നീ എത്രമാത്രം സ്ഥാനമാണ് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ കൂടെ ആ ജീവിക്കുന്ന കർത്താവിനെ ഉൾക്കൊള്ളുവാനുള്ള നിന്റെ അഭിനിവേശം എത്രത്തോളമുണ്ട്? ഇല്ലെങ്കിൽ ആ കൂദാശ സ്വീകരണത്തിനുള്ള നിന്റെ തയ്യാറെടുപ്പ് ഏത് തരത്തിലുള്ളതാണ്? നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ എപ്പോഴും അടുത്തവനായി നിലകൊള്ളുന്നവനെയാണ് നാം കർത്താവ് എന്ന് പറയുന്നത്. അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. എന്ന് വെച്ചാൽ നമ്മെക്കുറിച്ചുള്ള സർവ്വ പ്ലാനും പദ്ധതികളും എല്ലാം എഴുതി വെച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് നമ്മെ വഴി നടത്തുന്നവനാണ് അവൻ. റോമാലേഖനം 5:5 പറയും, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ത്രിയേക ദൈവം പിതാവിൻ്റെ സ്നേഹം നാം കണ്ടു. അതിൻ്റെ നിദർശനമായിട്ട് തിരുപുത്രനെ കുരിശിലേറാൻ അവൻ അനുവദിച്ചു. പുത്രൻ്റെ സ്നേഹം നാം കണ്ടു. അതെന്താ? സ്നേഹിതന് വേണ്ടി സ്വയം ബലിയാടാകുന്ന സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നാം കണ്ടു. വിശുദ്ധീകരണദാതാവായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിതരണക്കാരനായി നമ്മോടൊത്ത് സന്തത സഹചാരിയായി കഴിയുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ശ്രൈണഭാവമുള്ള ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഒരമ്മയുടെ മനസ്സാണ് പരിശുദ്ധാത്മാവിനുള്ളത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നവനാ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടല്ലേ എഫേസ്യസ് ലേഖനം 4:30 പറയുന്നത്, രക്ഷയുടെ ദിനത്തിനായി നിന്നെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുതെന്ന്. കാരണം ആ രക്ഷയുടെ ദിനത്തിലേക്ക് അനുനിമിഷം എന്നോണം നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് നിന്നെ സ്വർഗത്തിന് അവകാശിയാക്കാനുള്ള ഉദാത്തമായ ആഗ്രഹത്തോടു കൂടെ എപ്പോഴും ഉള്ളിൽ വസിച്ച് നല്ലത് മാത്രം ചിന്തിക്കുവാൻ സൽപ്രേരണകൾ നൽകി നയിക്കുന്നവനാണ് പരിശുദ്ധാത്മാവായ ദൈവം. ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വം അത് എത്ര ശ്രേഷ്ഠമാണെന്ന് എപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദൈവത്തെ കൊണ്ട് നടക്കാനാകുക, ജീവിക്കുന്ന ദൈവത്തെ ഉള്ളിൽ വഹിച്ച്, ഉള്ള് ഏത് തരമാണെങ്കിലും, അത് ശുദ്ധമാണെങ്കിലും അല്ലെങ്കിലും, പാപാവസ്ഥയാണെങ്കിലും പുണ്യമുള്ള അവസ്ഥയാണെങ്കിലും, ഈ ത്രിയേക ദൈവത്തെ, ജീവിക്കുന്ന കർത്താവിനെ കൊണ്ടു നടക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ നാം ഓരോരുത്തരും. ഇവിടെ ഡിവൈൻ ശുശ്രൂഷയിൽ പങ്കാളിയായതിന് ശേഷം ഇവിടെ പരിശുദ്ധ കുർബാന ജനത്തിന് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. പലരും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരിയായി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴതാ തൊട്ടടുത്ത് ഞാൻ പരിശുദ്ധ കുർബാന കൊടുത്തതിന് തൊട്ട് പിന്നിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവരും കുർബാന സ്വീകരിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഡിവൈൻ ധ്യാനകേന്ദ്രം പോലെയുള്ള വലിയ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ അക്രൈസ്തവരായ മക്കളും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരും. അപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാന കൊടുത്ത് തൊട്ടടുത്ത നിമിഷത്തിൽ ആ മനുഷ്യൻ വന്നപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ക്രിസ്ത്യാനിയല്ലെന്ന്. മെല്ലെ ഞാൻ ചോദിച്ചു, ക്രിസ്ത്യാനിയാണോ? മറുപടിയില്ല. അപ്പോൾ എന്നെ ദയനീയമായി നോക്കിക്കൊണ്ട്, സിസ്റ്റേ എനിക്ക് ഈശോയെ തായോ സിസ്റ്റേ എന്ന് പറഞ്ഞു. ഞാൻ വളരെ പരിശുദ്ധ കുർബാന തിരുവോസ്തി കയ്യിലിരിക്കുന്നത് കൊണ്ട് ആംഗ്യ ഭാഷയിൽ മാറി നിൽക്കാൻ കാണിച്ചു. ആ പാവം അനുസരിച്ച് മാറി നിന്നു. എന്നാലും ഒരു പ്രതീക്ഷ അയാളുടെ മുഖത്തുണ്ടായിരുന്നു.
എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പോകുന്നതും പരിശുദ്ധ കുർബാന നാക്കി വെച്ച് കൊടുക്കുന്നതും ഒക്കെ അയാൾ നോക്കി നിൽക്കുകയാണ്. അവസാനത്തെ ആളും പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അതിദയനീയമായി അയാൾ എന്നെ നോക്കി പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, എനിക്കെൻ്റെ ഈശോയെ തായോ. ആ വാക്കുകൾ കുറേ സ്വരമിടറിക്കൊണ്ട് അയാൾ പറഞ്ഞത് എനിക്ക് 1-2 ദിവസത്തിൻ്റെ ധ്യാന വിഷയമായിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദാഹാർത്ത ഹൃദയത്തോടെ യേശുവിനെ സ്വീകരിക്കാനുള്ള കൊതിയോടുകൂടി വന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. എത്ര ആഗ്രഹത്തോടെയാ ക്രിസ്ത്യാനിയായ ഞാൻ, സന്യാസിനിയായ ഞാൻ, അല്ലെങ്കിൽ അതുപോലെ ക്രൈസ്തവ മാമുദിസായിലൂടെ ക്രിസ്തു മതത്തിൻ്റെ അനുയായിയായ ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ഉൾക്കൊള്ളാനുള്ള നിന്റെ തീക്ഷ്ണതയും അതിനായുള്ള നിരന്തര പരിശ്രമം എപ്രകാരമാണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. കടൽക്കരയിലെ 21 യുവാക്കളെ ഏതാണ്ട് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു ജുബ പോലത്തെ ഡ്രസ്സ് അണിയിപ്പിച്ച് കടൽക്കരയിൽ മുട്ടുകുത്തി തീവ്രവാദികൾ ഓരോന്നിനെയും കൊല്ലുന്നതായിട്ട് ഒരു ചെറിയ പയ്യനെ കൊണ്ട് പേനാക്കത്തി പോലെയുള്ള കത്തി ഉപയോഗിച്ച് കൊല്ലുന്നത് വീഡിയോയിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. കോപ്റ്റിക് ക്രിസ്ത്യൻസായ 21 പേരെയാണ് കടൽക്കരയിലെ മത തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞത്. എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ 1-2 വ്യക്തികളെ കഴുത്ത് മുറിക്കുമ്പോൾ 10 വയസ്സുകാരായ ഒരു ചെറിയ പയ്യനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കമാൻഡറായ തീവ്രവാദി നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഇത് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത്. അവസാനത്തെ 20 പേരെയും കൊന്നു കഴിഞ്ഞ് ആകെ ക്ഷീണിതനായി നിൽക്കുന്ന കുഞ്ഞിനെ നമുക്ക് കാണാൻ കഴിയും. 21 ഓരോ വ്യക്തിയെയും കൊല്ലുന്നതിന് മുമ്പ് കമാൻഡർ ചോദിക്കുന്നുണ്ട്, ആർ യു ക്രിസ്ത്യൻ? നീ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുത്തരം അവർ പറയുന്നുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നാ പറയുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴാണ് കൊല്ലുന്നത്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം മരണത്തെ ഏറ്റുവാങ്ങുന്ന 20 പേരുടെ ജഡങ്ങൾ അവിടെ കടൽക്കരയിൽ കിടക്കുകയാണ്. ചോര ഒഴുകി കടൽക്കരയിലെ വെള്ളത്തിൻ്റെ നിറം പോലും ചോരമയമായി നിൽക്കുക. 21ാമനെ കണ്ടാലേ ഏതാനും ഒരു 18 വയസ്സോ 20 വയസ്സായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പിഞ്ചു ബാലൻ പോലെ, ഏതാണ്ട് യുവാവായിട്ടില്ലെന്ന് തോന്നും. അവൻ്റെ അടുത്തും വന്ന് കമാൻഡർ വീണ്ടും ചോദിച്ചു, ആർ യു ക്രിസ്ത്യൻ? അവൻ പറഞ്ഞു, നോ, ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ. അവൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയല്ല. തീവ്രവാദിയോട് ഈ കൊച്ചു യുവാവായ പയ്യൻ പറഞ്ഞു, ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇവരൊക്കെ മരിച്ചു കിടക്കുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, യേശുവിനെ ദൈവമായത് ആയി സ്വീകരിച്ചതുകൊണ്ടാണ് ഇവരെ തലയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, എങ്കിൽ ഇവർ മരിച്ചത് യേശുവിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് യേശുവിനെ അറിയില്ലെങ്കിലും ഇവർ മരിച്ച ആ യേശു ഇന്നു മുതൽ എൻ്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുടുംബ പാരമ്പര്യമോ കത്തോലിക്ക സഭയിലെ അംഗമായതുകൊണ്ടോ ഒന്നുമല്ല. അവൻ അറിയാതെ പിടിച്ചുകൊണ്ടെന്ന ഈ മകൻ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ മരണം കണ്ട അവന് മനസ്സിലായി യേശു ദൈവമാണെന്ന്. നമ്മുടെ ജീവിതം കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് പ്രത്യുത്തരം ഏകാൻ കഴിയുമ്പോഴാണ് നാം ദൈവസ്നേഹത്തിലേക്ക് നടക്കാൻ കഴിയുക. 1 യോഹന്നാൻ 4:20 പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നുവെന്ന്. നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്ക് പള്ളിയിൽ പോയി നന്നായി പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ കൂദാശകൾ സ്വീകരിക്കുവാനും എല്ലാം എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് വലിയ ദാഹവും താല്പര്യവുമാണ്. എന്നാൽ എൻ്റെ ചുറ്റിലുമുള്ള ദൈവം വസിക്കുന്ന സഹോദരങ്ങളെ ആയിരിക്കും വിധം ഉൾക്കൊള്ളുവാനോ സ്നേഹിക്കുവാനോ
ഒരു പരിശ്രമം പോലും നടത്താൻ എനിക്കാവില്ലെങ്കിൽ എൻ്റെ ദൈവസ്നേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ, കാണപ്പെടുന്ന സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരിലൂടെയും ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കാകുമ്പോഴാണ് ഞാൻ ദൈവസ്നേഹം അനുഭവിക്കുന്നവളാകുക. റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വചനങ്ങളിലെ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? സഹോദരങ്ങളെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. വീണ്ടും പൗലോസ്ലീഹ 8:35 പറയുന്നുണ്ട്, ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ ആർക്കും എന്നെ വേർപ്പെടുത്താൻ കഴിയില്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് സ്ലീഹ അത് പറയുക. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താനാകുകയില്ലെന്ന്. അത്രമാത്രം ദൈവസ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിന് വേണ്ടി ജീവൻ ഹോമിച്ചവരാണ് ആദിമസഭയിലെയും ഇപ്പോഴുമുള്ള എല്ലാ ക്രൈസ്തവർ ഓരോരുത്തരും. എത്രയോ പേരാണ് വിശ്വാസത്തിൻ്റെ പേരിൽ, ദൈവസ്നേഹത്തിൻ്റെ പേരിൽ ഇന്നും ജീവിതങ്ങൾ ഹോമിക്കുന്നവര്. നമ്മുടെ സമീപത്തും പരിസരത്തും ജീവത്യാഗം ചെയ്യുന്ന ക്രിസ്ത്യാനി എന്ന പേരിന് വേണ്ടി ജീവൻ ഹോമിക്കുന്നവർ ഇന്നും വിരളമല്ലല്ലോ. നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി, യേശുവിനുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ജീവിതത്തെ കുറെ കൂടെ ഫലവത്താക്കാൻ, മറ്റുള്ളവരെ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ഫലദായകമാക്കാനും ദൈവസ്നേഹത്തെ പ്രതി ജീവിതത്തെ ഒന്ന് പുനഃപരിശോധന നടത്തി തദനുസരണം ക്രമീകരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ, ആ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ അടിയേറവ് വയ്ക്കാനുള്ള തീഷ്ണതയോടുകൂടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുപുത്രനെ നൽകി ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കാൻ, ദൈവത്തെ അറിയാത്തവരെയും ആരാധനയിലേക്ക് കൊണ്ടുവരാൻ തക്ക വിധത്തിൽ ദൈവസ്നേഹാനുഭവത്തിലേക്ക് അവരെ പുനരാനയിക്കണമേ. എത്ര പടിയിറക്കി വിട്ടാലും പോവാത്തവനായ യേശുവിനെ ഉള്ളിൽ കണ്ട് ഹൃദയമാകുന്ന സക്രായയിൽ വസിക്കുന്ന ദൈവത്തെ മനനം ചെയ്ത് തങ്ങളുടെ കുടുംബത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമാകുന്ന തിരുഹൃദയത്തിൻ്റെ ആ തിരുഹൃദയ സക്രാരിയായി കണ്ട് ഒന്ന് സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാൻ, യേശുവിൻ്റെ തിരുഹിതം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ കേൾക്കുന്ന സർവ്വമക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.